5 പൊറോട്ടയും ബീഫ് 30 മിനിറ്റ് തീർക്കാൻ പറ്റുന്ന ഇച്ചിരി ടാസ്ക് പിടിച്ച ചലഞ്ചാണ്. ഞാൻ ഇത്രയും ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. സോ എന്തായാലും നമുക്കൊന്ന് തീർക്കാൻ പറ്റില്ല, നമുക്കൊന്ന് നോക്കാം. തീർക്കാൻ വേണ്ടി നേരെ നമ്മുടെ 5 പൊറോട്ടയും ഒരു ബീഫും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 5 പൊറോട്ടയ്ക്ക് എണ്ണ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. സോ കുറച്ച് ബീഫ് എടുത്ത് നേരെ നമ്മളെ പൊറോട്ടയുടെ മുകളിലോട്ട് വെച്ച് എന്നാൽ നമ്മൾ ടൈമറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ചലഞ്ചിലോട്ട് കിടന്നിട്ടുണ്ട്. ഗൈസ് ആക്ച്വലി എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ ഇത് സിമ്പിളായിട്ട് തീർത്തു എന്ന് വിചാരിച്ച ചലഞ്ചായിരുന്നു. പക്ഷേ ഞാൻ ഏകദേശം 4 പൊറോട്ട ഏകദേശം 10 മിനിറ്റ്, എനിക്ക് തോന്നുന്നത് 6 മിനിറ്റ് 8 മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ 4 പൊറോട്ട കഴിച്ചു. അവസാനത്ത് ഒരു പൊറോട്ട കഴിക്കാനായിട്ട് ഞാൻ ഏകദേശം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ബീഫ് മാത്രം കഴിക്കരുത്, പൊറോട്ട കൂടെ ചേർത്ത് കഴിക്കാവുള്ളൂ. ബീഫ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവം അത്ര അങ്ങോട്ട് സെറ്റ് ആവത്തില്ല. പക്ഷേ പൊറോട്ട കൂടെ കൂട്ടി പിടിക്കണം. 5 പൊറോട്ട ഒരു പ്ലേറ്റ് ബീഫൊക്കെ ചുമ്മാ പോവും. ചലഞ്ചായിട്ട് പറയണതല്ല, ചുമ്മാ പോവും എന്നൊക്കെ തോന്നണം. ഇത് ഞാൻ കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങനത്തെ ബീഫ് മാത്രം കൊടുത്തുള്ള ക്രൂരതയും ആരും ചെയ്തതല്ലേ. ഏകദേശം 10 മിനിറ്റ് എടുത്താണ് ഞാൻ ലാസ്റ്റ് പൊറോട്ട കഴിച്ചെടുത്തത്. സോ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ അധികം പൊറോട്ടയൊന്നും കഴിച്ച ശീലമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ബുദ്ധിമുട്ടിയുള്ള ചലഞ്ചായിരുന്നു. സോ ഇതുപോലത്തെ ചലഞ്ചസ് നിങ്ങൾക്ക് തീർക്കാൻ സത്യം പറഞ്ഞാൽ എളുപ്പമാണോ? നിങ്ങൾ എത്ര നേരം കൊണ്ട് 5 പൊറോട്ട ബീഫ് കഴിച്ചു തീർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ അവസാനം 20 മിനിറ്റ് എടുത്ത് ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടാസ്ക് പിടിച്ച ചലഞ്ചായിരുന്നു. സോ ഇതുപോലത്തെ ചലഞ്ചസ് പറ്റുവാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമ്പൂസ് ചെയ്തേക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ മറക്കണ്ട, ബീഫ് മാത്രമായിട്ട് കഴിക്കരുത്, പൊറോട്ട കൂടെ ചേർത്ത് പിടിച്ചാലേ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും ബൈ.